ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആട്ടോ. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക. ഞാൻ പള്ളി പോകുന്ന എൻ്റെ 3 ഫ്രണ്ട്സുകളുടെ കൂടെയാ. ഒരാളിപ്പം നാട്ടിൽ പോയോക്കാം, പിന്നെ ഒരാള് അമല, ഇന്നലെ കണ്ടയാള്, ആളുടെ കൂടെയാണ് ഞാൻ പള്ളിയിൽ പോവാ. അവര് രണ്ടുപേരും കൂടെ. അപ്പോൾ അതെ, ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് പോവാട്ടോ. അപ്പം ഇനി ഔട്ട് പാസ് ഒക്കെ സ്കാൻ ചെയ്ത് പള്ളിയിൽ പോകാൻ പോവാം. അപ്പോൾ അതേ, ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് പുറത്ത് നിൽക്കാം. ഊബറിന് വെയിറ്റ് ചെയ്യാം. ഊബർ ബുക്ക് ചെയ്യണം. കഴിഞ്ഞ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളൊരു മോളുണ്ട്, DLS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങൾ മോളെത്തിയിട്ടും ഇത് ഇവിടുത്തെ ഗേറ്റാണ്, വെസ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കയറുന്നുണ്ട്. ഇവിടെ കുറേ ഗേറ്റ് ഉണ്ട്. ഈസ്റ്റ് ഗേറ്റ്, വെസ്റ്റ് ഗേറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അത് കാരണം ഓരോരോ ഗേറ്റിന് പേര് കൊടുത്തൊക്കെ അവർ. അപ്പോൾ അത് ഞങ്ങൾ എത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങൾ മോളിലാട്ടോ ഫുഡ് കോർട്ട്. അപ്പം ഇനി അവിടേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ അതെ, ഞങ്ങൾ മുകളിലെത്തിയിട്ടോ. ഈ കാണുന്നതൊക്കെ അവിടുത്തെ ഫുഡ് കോർട്ടാണ്. ഞാൻ മോളിൽ എത്തിയിട്ടൊന്നും കാണിച്ചു തരാം. ഇത് കാണുന്ന പോലെ കുറേ ഉണ്ട് അവിടെ. ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്. ഞങ്ങളുടെ ഫുഡൊക്കെ കൊണ്ടുവന്നു. അമല മാഗ്ഡിന്ന്, ഞാൻ ബർഗർ കിങ്ങിന്ന് കൊറിയൻ സ്പൈസി ചിക്കൻ ബർഗർ. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാം കേട്ടോ. ഇതാട്ടോ എൻ്റെ ബർഗർ. പിന്നെ അമലയുടെ ഇത് ഡ്രിങ്ക്, ഫുഡ് ഇതാ. ഇതാട്ടോ അവളുടെ ബർഗർ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ പോവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ കയറാൻ പോവാം. ഹായ്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്നൊക്കെ വന്ന് കുറച്ച് നേരം കിടന്നൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഒന്ന് എനിക്ക് ഫ്രഷായി ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് കോഫി കുടിക്കേ. അപ്പോൾ കോഫി കുടിക്കാൻ ഞാൻ പാല് മേടിക്കും. താഴത്ത് ഞങ്ങൾക്ക് W സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നെസസറി ഐറ്റംസ് ഒക്കെ കിട്ടും. പാല്, പിന്നെ ബിസ്ക്കറ്റ്, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസോ എന്ത് വേണമെങ്കിലും കിട്ടും അവിടെ. അപ്പോൾ അങ്ങനെ കിട്ടുമേ. അപ്പോൾ ഞാൻ അവിടുന്ന് പാല് മേടിക്കും. അപ്പോൾ പാല് സാധാരണ ഞാൻ തന്നെയല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. എൻ്റെ റൂംമേറ്റ് ആണ് ആള്, ആൻലി എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോ നാട്ടിൽ പോയൊക്കെയാണ്. പക്ഷെ ആളും ഞാനും കൂടിയാണ് പാല് മേടിക്കുക. എന്നിട്ട് ഷെയർ ചെയ്യും ഞങ്ങള്. പിന്നെ ആളുടെ കൂടെ തന്നെയാണ് പള്ളിയിൽ പോകുന്നത്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് 3 ഫ്രണ്ട്സ് ആണ്. അമല, ആൻലീൻ, പിന്നെ ഞാൻ. ഞങ്ങൾ 3 മലയാളികളാണ്. അപ്പൊ ഞങ്ങൾ 3 മലയാളികളാണ് പള്ളിയിലും ഒരുമിച്ചൊക്കെ പോണതും പിന്നെ എവിടേക്ക് ഇങ്ങനെ കറങ്ങാൻ പോണതും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ആൻലീൻ എൻ്റെ റൂംമേറ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പാല് മേടിക്കും ഷെയർ ഇട്ട്. അപ്പൊ പാലിന് അത്യാവശ്യം ചെലവുണ്ട് ഞങ്ങക്ക്. ഞാൻ പാല് കാണിച്ചു തരാം എങ്ങനത്തെ പാലാന്ന് മേടിക്കാം. അപ്പൊ ഈ ഒരു ടെട്രാ പാക്ക് ആട്ടോ ഞാൻ മേടിക്കാം. ഈ ഒരു ടെട്രാ പാക്ക് അത്യാവശ്യത്തിന് പാലുണ്ട്. പിന്നെ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല മേടിക്കാറ്. സാധാരണ എൻ്റെ റൂംമേറ്റ് ഉണ്ടാവും, ആൻലീൻ, എൻ്റെ ഫ്രണ്ടാണ് അവള്. ഞാൻ പറയാറില്ലേ, ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങള് 3 പേരാ പോവാറ്. അമല, ആൻലീൻ, പിന്നെ ഞാൻ. അപ്പോൾ അവളും ഞാനും കൂടി ആട്ടോ ഇത് മേടിക്കാറ് ഷെയർ ഇട്ട്. അപ്പോൾ അത് കാരണം പാലിന് അത്യാവശ്യം ചെലവുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഈ ഒരു പാത്രത്തിലാട്ടോ ഞാൻ പാല് തിളപ്പിക്കുക. ഈ ഒരു പാത്രത്തിൽ പാല് തിളപ്പിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഡക്ഷനൊക്കെ താഴത്താ. ഞങ്ങൾ താഴത്ത് പോയി ഇൻഡക്ഷനിൽ ചൂടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കോഫി ബീറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും. ഞാൻ കോഫി ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വന്ന് പാലിളപ്പിച്ച് അതിൽ ഒഴിക്കണ്ടാവും. ഇവിടെ നിൽക്കണ്ടുള്ള ആൾക്കാർ അവിടെ ആട്ടോ ഇൻഡക്ഷൻ ആട്ടോ. ഇൻഡക്ഷൻ കെറ്റില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ആട്ടോ. ഞാൻ പാല് താഴത്ത് ചൂടാക്കിയിട്ട് വന്നിട്ടുണ്ടേ. ഇതാണ് കേട്ടോ ഞാൻ കോഫി ബീറ്റ് ചെയ്ത് വെച്ച് നോക്കണത്. അപ്പോൾ എൻ്റെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളോട്ടെ. നാളെ തൊട്ട് ഞാൻ വീണ്ടും ബിസി ആവും. അടുത്ത വ്ളോഗായിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെയ്ക്കും ബൈ. അപ്പോൾ ഇഷ്ടമായിട്ടൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.